കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച കേസിൽ പൂർവ്വ വിദ്യാർത്ഥി ആഷിഖ് കസ്റ്റഡിയിലായി എന്ന വാർത്ത വരുന്നുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ. സമയം മുമ്പ് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർവ്വ വിദ്യാർത്ഥിയിലേക്ക് പോകുന്നുവെന്ന്. അയാളുടെ പേര് ആഷിഖ് എന്നായിരുന്നു. ഇന്നലെ തന്നെ പോലീസ് ഇയാളെ ട്രേസ് ഔട്ട് ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആഷിഖിനെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾ ഈ പോളിടെക്നിക് കോളേജിലെ മുൻ വിദ്യാർത്ഥിയാണ്, സെമ്മൌട്ടായ വിദ്യാർത്ഥിയാണ്. പക്ഷേ ഇയാൾ അടിക്കടി ഈ കോളേജ് ഹോസ്റ്റലിലേക്ക് എത്താറുണ്ടായിരുന്നു എന്ന പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെയാണ് അത്തരത്തിലുള്ള വിവരം കൈമാറിയത്. ഇന്നലെ ആകാശിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് തനിക്കിത് കൈമാറിയത് ആഷിഖ് എന്നൊരു വിവരം ആകാശം കൈമാറിയത്. പിന്നീട് ഇയാളിലേക്ക് മാത്രമായി അന്വേഷണം ചുരുക്കിയിരുന്നു. അങ്ങനെ ഈ കളമശ്ശേരി ഭാഗത്തുകളിലൊക്കെ വിശദമായ പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ ആഷിഖിനെ പിടികൂടിയിരിക്കുന്നത്. വ്യാഴാഴ്ച 8 മണിയോടുകൂടി ആഷിഖ ഈ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകി എന്നുള്ളതാണ് ഈ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഒരു കോളേജ് ഹോസ്റ്റലിലേക്ക് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല, പുറത്തു നിന്നുള്ള ഒരാൾ ബൾക്ക് എമൗണ്ട് ഓഫ്, അതായത് 2 കിലോ കഞ്ചാവുമായി നിർലോഭം ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ ഒരു പരിശോധനയും ഇല്ലാതെ ആ കോളേജിന്റെ ഗേറ്റ് കടന്ന് പ്രിൻസിപ്പാളിന്റെ തൊട്ടപ്പുറത്തെ ഹോസ്റ്റലിൽ പോയി ഈ കഞ്ചാവ് കൊടുത്ത് തിരിച്ച് അതേപടി തന്നെ പുറത്തിറങ്ങി പോകുന്ന കാഴ്ച ആണ് ഉണ്ടായിരുന്നത്. അതായത് നമ്മളെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് ഈ ഒരു സുരക്ഷയും ഇല്ലാതെയാണ് അയാൾ ഈ സംവിധാനങ്ങളെ നേരിടാതെയാണ് അയാൾ ഈ ഹോസ്റ്റലിനകത്തേക്ക് വരവും പോക്കും നടത്തിക്കൊണ്ടിരുന്നത്. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കോമ്പൗണ്ടിനകത്തേക്ക് കയറാൻ പോലും അനുമതി ഇല്ലാത്ത ഒരാളാണ്. പിന്നീട് എങ്ങനെയാണ് അയാൾ ഈ 2 കിലോ കഞ്ചാവുമായി ഇതിനകത്തേക്ക് എത്തിയതെന്നുള്ളതിൽ ഒരു കൃത്യത വന്നിട്ടില്ല. ആഷിഖ് നിരന്തരം ഈ ഹോസ്റ്റലിൽ എത്താറുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇയാൾക്കാണ് ഈ ആകാശ് ഈ വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ച പണം നൽകിയിട്ടുള്ളത്. ഇയാൾ മുൻപും സമാനമായ രീതിയിൽ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ ഒരു വിശദമായ പരിശോധന പോലീസ് നടത്തും. അങ്ങനെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ, അങ്ങനെ ഇയാൾ പ്രധാനമായി കഞ്ചാവ് മാഫിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കൂടുതൽ അറസ്റ്റുകൾ, ഈ ആഷിഖിന്റെ അടുത്ത കണ്ണി ആര് എന്നതിലേക്കുള്ള അന്വേഷണവും ഉറപ്പായും പോകും. ആഷിഖിനെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഡാൻസാഫും കളമശ്ശേരി പോലീസും ചേർന്നാണ് ആഷിഖിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും. ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം കേന്ദ്രീകരിച്ചായിരിക്കും വിവരങ്ങൾ തേടുക. എത്ര രൂപ ഈ ആഷിഖിന് ആകാശ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ പരിശോധന ഉണ്ടാകും. മറ്റെവിടെയെങ്കിലും കഞ്ചാവ് നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഈ പോളിടെക്നിക് ഹോസ്റ്റലിൽ റെയ്ഡ് നടക്കുന്നതിന്റെ അന്ന് എറണാകുളത്ത് ഒരു 20 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. 4 ഒഡീഷ സ്വദേശികളാണ് ആ കേസിൽ അറസ്റ്റിലായത്. പക്ഷേ അവർക്ക് ആ കഞ്ചാവ് പിടുത്തത്തിന് ഇതുമായി ഏതെങ്കിലും ബന്ധമുണ്ടോ, ബൾക്ക് എമൗണ്ട് ഓഫ് കഞ്ചാവ് ആ ഭാഗത്തു നിന്ന് വന്നത് ഇത് പിന്നീട് പോളിടെക്നിക്കിലേക്ക് വകമാറ്റി കൊടുത്തതാണോ അല്ലെങ്കിൽ അവിടെ അങ്ങോട്ടേക്ക് ഒരു വീതം കൊടുത്തതാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം ഉണ്ടാകും. ഇതാ പ്രധാന പ്രതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയ സപ്ലയർ, സാധാരണഗതിയിൽ സപ്ലയർമാരെ പിടിക്കാറില്ല, ഈ ഉപയോഗിക്കുന്നവരെയും അത് താൽക്കാലികമായി ചില്ലറ വിൽപ്പന നടത്തുന്ന ആളുകളെ മാത്രം പിടികൂടുന്നു എന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കേസിൽ ഈ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയെന്ന് പോലീസ് വിശ്വസിക്കുന്ന കണ്ടെത്തിയിട്ടുള്ള ആഷിഖ് എന്നയാളെയാണ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.